ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ് കേട്ടോ. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ ഫുൾ ചെക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒരു ആം കവർ പോയിട്ടുണ്ട്, അപ്പോൾ അത് പിടിപ്പിക്കുക. ഇത്രയും കേസാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി ഒട്ടും വലിയ ഒട്ടും വലിയ കാണിക്കണില്ല. വണ്ടി ഇങ്ങനെ കുത്തി നിൽക്കണ പോലത്തെ ഒരു രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. തന്നെയല്ല, വണ്ടി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ സൈഡിൽ നിന്ന് ഫുള്ള് ഓയിലിങ്ങനെ താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിൽ ശരിക്കും നമുക്ക് ഡിയോ ഈ മോഡൽ വണ്ടി BS4 മോഡൽ വണ്ടിയിലൊക്കെ 800 മില്ലി ഓയിലാണ് ഒഴിക്കാൻ പാടുള്ളൂ. ആ സ്ഥാനത്ത് ഓയിൽ ഒഴിച്ചാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 ലിറ്റർ ഓയിലുണ്ട്. അപ്പോൾ മിക്കവാറും സംഭവിച്ചേക്കണം എന്തായിരിക്കും എന്ന് വെച്ചാൽ, വണ്ടി സൈഡ് സ്റ്റാൻഡും വെച്ചിട്ട് വണ്ടിയുടെ എഞ്ചിനിൽ ഓയിൽ ലെവൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ സൈഡ് സ്റ്റാൻഡും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ലെവൽ നമുക്ക് അറിയാൻ പറ്റില്ല. മെയിൻ സ്റ്റാൻഡും വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ ഓയിൽ കാണില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. അതാണ് നടന്നേക്കണേ. അല്ലാതെ നമ്മൾ മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓയിലിനകത്ത് ഫില്ലാവുകയായിരിക്കും ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ സംഭവിച്ചാണ് കേസ് എന്ന് വെച്ചാൽ, ഓയിലിപ്പോൾ ഫുള്ള് ഇത്രയും ഓയിലുണ്ടായിട്ട് മൊത്തം ഓയിൽസിൽ ആ ഭാഗത്തൊക്കെ ഓയിൽ തള്ളി എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഓയിൽ കയറി പുറത്തേക്ക് വന്നതാണ് ആ ഓയിൽ ലീക്ക് കാണിക്കാനുണ്ടായ കാരണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ അവിടുത്തെ ഓറിങ് ഓയിൽസീൽ കാര്യം ആ ബോൾട്ട് വാഷ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ബാക്ക് സൈഡ് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ, ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലുണ്ട്. അപ്പോൾ അത് ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ നനവുണ്ട്, പക്ഷേ അതിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ കൂടി ഓടിക്കുക. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ലീക്കേജ് തോന്നാണെങ്കിൽ നമുക്ക് ആ സർവീസിൽ അയക്കാം. ബാക്കിലത്തെ ടയർ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററിനകത്തേക്കൂടെ ഓയിൽ കയറിയേക്കാണ്. മൊത്തം ഓയിൽ കയറി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണം, കാരണം മൊത്തം ഓയിൽ മയാണ് അതിനകത്ത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റി കളയണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ പഴക്കമായിട്ടുണ്ടായില്ല, പക്ഷേ ഓയിൽ കയറിയേക്കണോണ്ട് നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് നടക്കില്ല. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് പൊടി പിടിച്ച് മൊത്തത്തിൽ ബ്ലോക്കാവും. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടണം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. വണ്ടിക്ക് തീരെ വലിയിൽ നല്ല വ്യത്യാസമുണ്ട്, സൗണ്ടിൽ വ്യത്യാസമുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വീലുകൾ കംപ്ലൈൻറ്റാണ്. വേരിയേറ്റർ ബോഡി ബോസ്റ്റേവൊക്കെ കംപ്ലൈൻറ്റാണ്. റോളർ കാര്യങ്ങൾ തേമാനമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സെറ്റാണ് നമുക്ക് മാറ്റിയിടേണ്ടത്. അതായത് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, പീസ് സ്ലൈഡ്, ഇത്ര ഐറ്റംസ് മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ഓക്കെയാണ്, വേറെ പ്രോബ്ലമില്ല. അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബെൽറ്റ് ഈ സെൻറ്റർ ഭാഗത്ത് നോക്കുമ്പോൾ പൊട്ടിയിരിക്കണം കേട്ടോ. കയ്യോടെ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ്. പക്ഷേ അത്യാവശ്യം സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മാറ്റിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമുക്ക് ബെൽറ്റ് പൊട്ടി വഴി പെട്ടുപോകുന്ന സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ മാറ്റിയിടാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ചെറിയൊരു നനവുണ്ട്, അതല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് നോക്കിയാണ്. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേബിൾ മാറ്റിയിടണമാണ് ബെറ്റർ, കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും ആക്സിലേറ്റർ റേസിങ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്, അത്യാവശ്യം ഓവലായിട്ടുണ്ട്, നല്ല രീതിയിൽ ലൂസ് ആയതുണ്ട്. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ബുഷ് സെറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ലൈനറാണ്, കുഴപ്പമൊന്നുമില്ല. സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റാണ്, അതായത് മീറ്റർ വർക്ക് ചെയ്യണില്ല. നമ്മൾ കേബിൾ മാറ്റിയിട്ടിട്ടും കാര്യമില്ല, കാരണം ഞാൻ മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് പിന്നെ അതുമ്പോൾ റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റിയതിന് ശേഷം വേണം കേബിളും ക്രൗണും മാറ്റാണെങ്കിൽ വർക്കിംഗ് ആക്കി എടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ നിലവിൽ ചെയ്യാമെന്ന് കേട്ടോ. കാരണം ഞാൻ അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയുടെ മീറ്റർ അസംബ്ലി തന്നെ ഏകദേശം ഒരു 1000-1500 താഴെ തന്നെയുണ്ട്. പിന്നെ ക്രൗണും പിന്നീനൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 10-300 രൂപ താഴെ അതിനും വരും. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് ചെക്ക് ചെയ്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും നല്ല ടയറാണ്. പിന്നെ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി 2023 ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.22 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടാം. പ്ലഗിൻ്റെ കേസ് പറഞ്ഞല്ലോ, പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഒന്ന് പറയാം. ഓയിൽ ബോൾട്ട് വാഷും ഓറിങ് എഞ്ചിൻ ഓയിൽ കേട്ടോ.
അത്രയും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യണം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഈ വീല്, റോളർ, ബോസ് ഡ്രൈവ്, പീസെറ്റ് സ്ലൈഡൊക്കെ ഐറ്റംസ് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ ബെൽറ്റും പൊട്ടിയിട്ടുണ്ട്. ബെൽറ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ പ്ലഗ്, അത് ഓൾറെഡി ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് പറ്റിയാണ് റീസണ്. അപ്പോൾ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ്, ലിങ്ക് ബുഷ്, ആ 2 ബുഷ് സെറ്റുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മീറ്റർ കംപ്ലൈൻ്റ് ആണ്, ഞാൻ എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആദ്യം ആ ഐറ്റം വരുത്തി വെച്ചിട്ട് വർക്കിന് കയറ്റിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ, കാരണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്.